ടീച്ചേഴ്സ് ഹെൽപ്പർ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിൻ്റെ 6ാമത്തെ പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിൻ്റെ LP, UP, LDC തുടങ്ങിയ മത്സര പരീക്ഷകൾക്കുള്ള ടെലിഗ്രാം വാട്സപ്പ് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ നിർബന്ധമായും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കറണ്ട് അഫയേഴ്സ്, ഉറപ്പായും പഠിക്കേണ്ട ചില വസ്തുതകൾ. ആദ്യത്തെ ചോദ്യം, ജയലളിതയുടെ ജന്മദിനമായ ഫെബ്രുവരി 24 സ്റ്റേറ്റ് വുമൺ ചിൽഡ്രൻ പ്രൊട്ടക്ഷൻ ഡേ ആയി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ജയലളിതയുടെ ജന്മദിനമായ ഫെബ്രുവരി 24 സ്റ്റേറ്റ് വുമൺ ചിൽഡ്രൻ പ്രൊട്ടക്ഷൻ ഡേ ആയി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനങ്ങളാണ് തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങൾ. അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ ശില്പിയായ ജോൺ പെന്നിക്വിക്കിൻ്റെ ജന്മദിനമായ ജനുവരി 15 പൊതു അവധിയായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. അടുത്ത ചോദ്യം, 2019 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 102ാം സ്ഥാനമാണ് 2019 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. വൈറസ് പരിശോധനയ്ക്കായി കേരളത്തിൽ എവിടെയാണ് അത്യാധുനിക രീതിയിൽ BSL-4 ലാബ് വരാൻ പോകുന്നത്? തിരുവനന്തപുരമാണ്. വൈറസ് പരിശോധനയ്ക്കായി കേരളത്തിൽ എവിടെയാണ് അത്യാധുനിക രീതിയിലുള്ള BSL-4 ലാബ് വരാൻ പോകുന്നത്? തിരുവനന്തപുരത്താണ് വരാൻ പോകുന്നത്. അടുത്ത ചോദ്യം, 2020 മാർച്ചിൽ ടൈം മാഗസിൻ പുറത്തിറക്കിയ 100 വുമൺ ഓഫ് ദ ഇയർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതകൾ ആരെല്ലാം? 1 ഇന്ദിരാഗാന്ധി, 2 രാജ്കുമാരി അമൃത് കൗർ എന്നിവരാണ്. 2020 മാർച്ചിൽ ടൈംസ് മാഗസിൻ പുറത്തിറക്കിയ 100 വുമൺ ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതകളാണ് ഇന്ദിരാഗാന്ധി, രാജ്കുമാരി അമൃത് കൗർ എന്നിവരാണ്. അടുത്ത ചോദ്യം, ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചേംബർ ഓഫ് കൊമേഴ്സ് 1927 സ്ഥാപിച്ചത് ആര്? ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചേംബർ ഓഫ് കൊമേഴ്സ് 1927 സ്ഥാപിച്ചത് ബിർളയും താക്കൂർദാസുമാണ്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചേംബർ ഓഫ് കൊമേഴ്സ് 1927 സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി കൊറോണ അഥവാ COVID-19 മരണം നടന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആദ്യമായി COVID-19 കൊറോണ മരണം നടന്ന സംസ്ഥാനം കർണാടകയാണ്. രണ്ടാമത് മരണം നടന്നത് ഡൽഹിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മരണം നടന്നത് കർണാടകയിലാണ്. രണ്ടാമത്തെ മരണം നടന്നത് ഡൽഹിയിലാണ്. അടുത്ത ചോദ്യം, ചിരസ്മരണ നോവൽ എഴുതിയത് ആര്? ചിരസ്മരണ എന്ന നോവൽ എഴുതിയത് നിരഞ്ജനയാണ് ചിരസ്മരണ എന്ന നോവൽ എഴുതിയത്. അടുത്ത ചോദ്യം, ഡൊമസ്റ്റിക് സോളാർ റൂഫ് ടോപ്പ് ഇൻസ്റ്റാളേഷനിൽ 1ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഗുജറാത്ത്. ഡൊമസ്റ്റിക് സോളാർ റൂഫ് ടോപ്പ് ഇൻസ്റ്റാളേഷൻ 1ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ് ഡൊമസ്റ്റിക് സോളാർ റൂഫ് ടോപ്പ് ഇൻസ്റ്റാളേഷനിൽ 1ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ സംസ്ഥാനം. ഇഡിയറ്റ്സ് എന്ന പുസ്തകം എഴുതിയത് ആര്? ഇഡിയറ്റ്സ് എന്ന പുസ്തകം എഴുതിയത് സുനിൽ ഗവാസ്കറാണ് ഇഡിയറ്റ്സ് എന്ന പുസ്തകം എഴുതിയത്. അടുത്ത ചോദ്യം, 2021 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദിയാവുന്നത് എവിടെ? 2021 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദിയാവുന്നത് ന്യൂസിലാൻഡിലാണ്. 2021 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകാൻ പോകുന്നത്. അടുത്ത ചോദ്യം, ലോകത്താദ്യമായി ഒരു ജനിതക മാപ്പ് തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ചത് ഏത് ശാസ്ത്രജ്ഞന്റെ രക്തസാമ്പിളാണ്? ലോകത്താദ്യമായി ഒരു ജനിതക മാപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഉപയോഗിച്ചത് ഏത് ശാസ്ത്രജ്ഞന്റെ രക്തസാമ്പിളാണെന്നാണ് ചോദ്യം. ഉത്തരം ജെയിംസ് വാട്സന്റെയാണ് രക്തസാമ്പിളുകളാണ് ലോകത്താദ്യമായി ഒരു ജനിതക മാപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഉപയോഗിച്ചത്. അടുത്ത ചോദ്യം, സൗദി കപ്പ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൗദി കപ്പ് എന്നത് ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഉത്തരം കുതിരപ്പന്തയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്
സൗദി കപ്പ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള കുതിരയോട്ട മത്സരമായ സൗദി കപ്പ് നേടിയ അമേരിക്കൻ കുതിര മാക്സിമം സെക്യൂരിറ്റിയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള 70 കോടി കുതിരയോട്ട മത്സരമായ സൗദി കപ്പ് നേടിയ അമേരിക്കൻ കുതിര മാക്സിമം സെക്യൂരിറ്റി എന്ന കുതിരയാണ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ 150-ാം ജന്മദിനത്തോടനുബന്ധിച്ച് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏത്? ഗാന്ധിജിയുടെ 150-ാമത്തെ ജന്മദിനത്തോടനുബന്ധിച്ച് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ശ്രീലങ്കയാണ്. ഗാന്ധിജിയുടെ 150-ാമത്തെ ജന്മദിനത്തോടനുബന്ധിച്ച് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം. അടുത്ത ചോദ്യം, അടുത്തിടെ ഫാഗു പൂർണിമ ഫെസ്റ്റിവൽ ആഘോഷിച്ച രാജ്യം ഏത്? ഫാഗു പൂർണിമ ഫെസ്റ്റിവൽ ആഘോഷിച്ച രാജ്യം നേപ്പാളാണ് അടുത്തിടെ ഫാഗു പൂർണിമ ഫെസ്റ്റിവൽ ആഘോഷിച്ച രാജ്യം. ഫാഗു പൂർണിമ എന്ന വാക്ക് സുപരിചിതമായിട്ടുള്ള ഒരു വാക്കല്ല. എന്താണ് ഈ ഫാഗു പൂർണിമ എന്നത്? ഹോളി ആഘോഷത്തെയാണ് നേപ്പാളിൽ ഫാഗു പൂർണിമ എന്ന് അറിയപ്പെടുന്നത്. ഹോളി ആഘോഷമാണ്. അടുത്ത ചോദ്യം, കേരള ഫീഡ്സിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആര്? പൊതുമേഖല കാലിത്തീറ്റ ഉൽപ്പാദകരായ കേരള ഫീഡ്സിൻ്റെ അംബാസിഡറാണ് ജയറാം. സിനിമാ നടൻ ജയറാമാണ് കേരള ഫീഡ്സിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് അറിയപ്പെടുന്നത്, ജയറാം. അടുത്ത ചോദ്യം, ഭൂമിയിലെ ഏറ്റവും ഭാരമേറിയ വിത്ത് ഏത്? ഭൂമിയിലെ തന്നെ ഏറ്റവും ഭാരമേറിയ വിത്ത് കൊക്കോ ഡി മെറാണ്. ഭൂമിയിലെ തന്നെ ഏറ്റവും ഭാരമേറിയ വിത്ത് എന്നറിയപ്പെടുന്നത് കൊക്കോ ഡി മെർ. ആചാര്യ ജെ.സി. ബോസ് ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡനിൽ, കൊൽക്കത്തയിലെ ആചാര്യ ജെ.സി. ബോസ് ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് ഈ കൊക്കോ ഡി മെർ എന്ന ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ഭാരമേറിയ വിത്തുള്ളത്. ഇത്രയുമാണ് കറണ്ട് അഫയേഴ്സ് എന്ന ഈ പാർട്ട് 6-ാമത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അതോടൊപ്പം തന്നെ അടുത്ത വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിനായി ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ നിർബന്ധമായും ക്ലിക്ക് ചെയ്യുക. താങ്ക്